ഞാനെന്ത് വേണമെന്ന് പറയുന്നേ? ഞാൻ അവളെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടില്ല. പോകരുതെന്ന് പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ ഞാൻ അവൾക്ക് വേറെ കല്യാണം പറഞ്ഞല്ലോ, ഉറപ്പ് വിശ്വസിക്കാം. പിന്നെ നിങ്ങൾ ഇപ്പൊ അവിടെ പുറകെ പോകുന്നുണ്ട്, നിങ്ങൾ എന്നെ പറഞ്ഞു നിർത്താൻ. ഞാൻ പറഞ്ഞത് അവള് പോകാൻ കഴിഞ്ഞാൽ പിന്നെ ക്രമേണ അപ്പു വിളങ്ങി മറക്കും. പിന്നെ കല്യാണത്തിലൊരു സഹായവും വേണ്ട. വേണ്ട, എനിക്കതിനെ സഹായം വേണ്ട. ഇത്രയും നാളെ ചോദിച്ചില്ലല്ലോ. ഞങ്ങൾക്കും കുറച്ച് അഭിമാനമൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കല്യാണം കഴിഞ്ഞാൽ എന്താ? അവൻ വേറെ പെണ്ണിന്റെ പുറകെ പോവും. പഠിച്ചതല്ലേ പാടൂ, പഠിപ്പിച്ചതിന്റെ ഗുണമാ. മോളെ. അമ്മേ, ഞാൻ നിന്നെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ. അതെന്തിനാ? അമ്മ എപ്പോ വിളിച്ചാലും ഞാനും ഓടി വരുമല്ലോ. ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടത് നീ അങ്ങ് ക്ഷമിക്കണം. എനിക്ക് ആണായിട്ട് ഒന്നേ ഉള്ളൂ. അവനാ തറവാട്ടിന്റെ മാനം കാക്കേണ്ടത്. എനിക്ക് ആകെ ആശ്രയം അവനാ. അവനിപ്പോ ഊണില്ല, ഉറക്കമില്ല, സമയത്ത് കാലത്ത് വീട്ടിൽ വരത്തില്ല. മില്ലിലെ പണിയിൽ ഒരു ശ്രദ്ധയുമില്ല. വിളിച്ചാ മിണ്ടത്ത് പോലും ഇല്ല. ആ കൊച്ചിനെന്തോ പറ്റിപ്പോയെന്നോ എന്റെ പേടി. പെറ്റ വയറിന് ഇതൊന്നും സഹിക്കാനുള്ള ഗൽപ്പില്ല മോളെ. നീ വിചാരിച്ചാലേ അവനെ രക്ഷിക്കാൻ നോക്കൂ. നീ ഇവിടെ ഉള്ളിടത്തോളം കാലം അവൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ ചത്തോളാം അമ്മേ. അവനെയും കൂടെ കൊല്ലാനോ? നീ ചത്താൽ അവൻ ജീവിച്ചിരിക്കില്ല. മോളെ, നിനക്ക് ഈ അമ്മയോട് ഇച്ചിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ എന്റെ മോനെ എനിക്ക് തിരിച്ചു തരണം. നീ അവനെ വിട്ടു പോകണം. മോളെ, ഈ അമ്മയ്ക്ക് വാക്ക് തരണം. ഇവിടൊക്കെ ആരെങ്കിലും കൂടെ ചാടിപ്പോയില്ലെങ്കിലേ ഉള്ളൂ അതിശയം. മരം കയറിയല്ലയോ? ഞാൻ പണ്ടേ വിചാരിച്ചതാ ഉണ്ണിയെ കാണും പറഞ്ഞൂടെ. ആ ഏതായാലും നമ്മുടെ കുഞ്ഞ് രക്ഷപ്പെട്ടല്ലോ, അത് മതി. പഴച്ച കൂട്ടമാണമ്മ.
നിക്കണോടെ ഇല്ല ഞാൻ നിക്കണോടെ എവിടെ ആര് എന്ത് ഏത് എവിടെ കൂടെ കൊട്ടുപടി അറിയാൻ പാടില്ല നീ പറയില്ല അല്ലേ നിന്നെ കൊണ്ട് എന്റെ കൈ ഞാൻ പറയാം പറയടാ എന്റെ പറങ്ങി പോലെ തേവരാണ് അവര് പോയി എന്നുള്ളതല്ലാതെ എവിടെ പോയെന്ന് എനിക്ക് അറിയാൻ പാടില്ലേ അപ്പൊ നീ പറയാണോ പ്രശ്നം നോക്കി പറയാമെന്നല്ലേ ഞാൻ പറഞ്ഞത് താനും തന്നെ പ്രശ്നം കൂടെ തോറോ ഓ അമ്മേ അമ്മേ മോൻ വന്നില്ലേ? ഇല്ലമ്മേ, ഇതാ കാപ്പ് കുടിക്കൂ. ഇവിടെ വച്ചേക്ക്. കുഞ്ഞു കരയുന്നു. എവിടെ പോയതാ? മോനെ മോനെ കുട്ടാ മോനെ, എന്താ മോനെ ഇവിടെ കിടന്നത്? അമ്മയെ വിളിച്ചൂടായിരുന്നോ? ഞാൻ വന്നപ്പോ അമ്മ നല്ല ഉറക്കത്തിലായിരുന്നു. ഉപദ്രവിക്കണ്ടെന്ന് കരുതി. അമ്മേ, നമുക്ക് ശ്രീദേവി ഇങ്ങോട്ട് വരുത്തിയാലോ? അവൾക്ക് പരീക്ഷ കഴിഞ്ഞ സമയമല്ലേ. അവളിവിടെ ഒന്ന് കുറച്ചു ദിവസം നിൽക്കട്ടെ. ചിലപ്പോ ഇവന്റെ മനസ്സ് മാറും. ഏതായാലും അവളിവന്റെ മുറപ്പെണ്ണല്ലേ. ശരിയാ കുഞ്ഞെ. ഏറ്റവും സ്നേഹമുള്ള എന്റെ അപ്പു വായിച്ചറിയാൻ തങ്ക എഴുതുന്നത്. ഞാൻ വീട്ടിലിരുന്നാണ് ഇത് എഴുതുന്നത്. ഞാനൊരു തീരുമാനമെടുത്തു. നേരം വിളക്കുന്നതിന് മുമ്പ് ഞാൻ പറങ്കിമല വിടും, കൊട്ടൂടി വേലുവിന്റെ കൂടെ. ഞങ്ങൾ ഇവിടെ നിന്ന് വളരെ ദൂരെ എവിടെങ്കിലും പോകും. ഇയാളുടെ കൂടെ ഞാൻ പോകുന്നതിൽ എൻ്റെ അപ്പുവിന് അതിശയം തോന്നും. അതേ ഉള്ളു വഴി അപ്പുവിനെ രക്ഷിക്കാൻ. ഞാനിവിടെ ഉണ്ടെങ്കിൽ അപ്പുവിന് സ്വസ്ഥത കിട്ടുകയില്ല. എനിക്കും നാം ഒന്നിച്ച് ജീവിക്കാൻ ഇവിടെ ആരും സമ്മതിക്കുകയുമില്ല. ഞാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ അപ്പുവിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എനിക്കിഷ്ടമില്ലാത്ത ഒരാളോടൊപ്പം ഒളിച്ചോടുന്നു. ഞാൻ ചത്താൽ അപ്പു ജീവിക്കയില്ലെന്ന് എനിക്കറിയാം. എൻ്റെ അപ്പു ജീവിക്കണം. എന്നെ തേടി പുറപ്പെടരുത്. ഞാനത് വഴിക്ക് എവിടെങ്കിലും പോസ്റ്റ് ചെയ്യും. അപ്പുക്കുട്ടന് 1000 ഉമ്മകൾ എന്ന് എൻ്റെ അപ്പുവിൻ്റെ സ്വന്തം തങ്ക.
കാത കേട്ടൂടെ? ഇതാ വിളിക്കുന്നു. ആര്? അണ്ണനാ? ആ എന്നാ സ്വാമി? എന്താടാ വിളിച്ച ചെവി കൂട്ടണയോ? കേട്ടു അന്നൊരു ലാസ്റ്റ് വെളിയാ കേട്ടു. അപ്പൊ അക്ക വന്ന് കൂട്ടു. അക്ക തൊപ്പിട്ടു. എന്നാ സ്വാമി? പോയി വേറെ നോക്കടാ. ആ ഇതെല്ലാം കൊണ്ട് കുളിച്ചിട്ട് ഞാൻ വീട്ടിലേക്കൊന്ന് പോവാ. ഇതെല്ലാം നോക്കണം. ശരി സ്വാമി. ആ നീ ഒരു ഗ്ലാസ് എടുത്തേ. തകമേ നമുക്കൊരു സാധനമൊക്കെ വാങ്ങിക്കണ്ടായോ? ഗ്ലാസും മുന്തൊക്കെ. ടൗൺ വരെ ഒന്ന് പോകണം. ഇവിടുന്ന് 20 കിലോമീറ്ററേ ഉള്ളൂ. നീ കൂടെ നൂറിച്ച് തയ്യാറായ നമുക്കൊന്ന് ചിറങ്ങാം. ഞാൻ വരുന്നില്ല. പിന്നെ നീ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുവോ? അതിനെന്താ? ഞാൻ വരാൻ താമസിച്ചാലോ? മുത്തു ഇവിടെ ഉണ്ടല്ലോ. ആ അത് ശരിയാ. നീ ഒരു ചമ്മന്തി എടുത്തേ. ആ നീ കൂടെ വേണം സുപ്പ് അടിക്ക്. എനിക്ക് വേണ്ട. ഇതിനകത്തുണ്ടോക്ക് ചെല്ലേ. കനാലുണ്ടോ മാഷേ? കനാലോ? ചാരായ ഉണ്ടോ മാഷേ? ചാലായോ? ഇവിടോ? ഇല്ല. എന്തുണ്ട കന്നാലി? നെയ്യല്ലടാ പറഞ്ഞ കനാൽ ഇവിടെ കിട്ടുന്നത്. ഇതെന്തുണ്ട സംഭവം? അയൽക്കൂറ്റി ശരിയാ ചേട്ടാ. സ്ഥലം തന്നെയാ. പിന്നെ ഇപ്പൊ എന്തുണ്ടപ്പോ തകരാറ്? ആ മാഷ്ട പേരെന്തുട്ടാ? എന്തുണ്ട പേര്? അല്ല വേലുന്നല്ലേ? അതെ. അപ്പൊ ഇതന്നെ കുഞ്ഞിപ്പാലത്താ? ഇതന്നെയാണ്. പിന്നെന്തുണ്ട ഇയാൾ ഇല്ല ഇല്ല എന്ന് പറയണേ? അത് പരിചയക്കുറവുണ്ടാവുന്നേ. അല്ല നമ്മുടെ തൃശ്ശൂർ രജിസ്ട്രേഷൻ 1235 പഠിക്കണ വാർണില്ലേ? ആ വാർണിയുടെ മാഷം ഞങ്ങളാണ് പറഞ്ഞയച്ചതേ. അല്ല സാധനം ഉണ്ടെന്ന് പറയാ. അല്ല വേറെ സ്ഥലം അന്വേഷിക്കണം. നിങ്ങൾ ഇവിടെ കയറിയിരിക്കേ. പുതിയത്. ആ അങ്ങനെ വാർണിട്ടം പറഞ്ഞേ. നീ ഏവരാ? നമ്മള് മുത്തു പാരിഷ് പാർട്ടി. என்ன ஞாபகம் இல்ல? அந்த பொண்ணாச்சி ஒர்க் ஷாப்ல வேலை செய்துட்டு இருந்தேன். 33 மைல்ல. நம்மட பாட்டியது எனக்கு മനസ്സിലായി. ശരി. എങ്ങനെയുണ്ട് സാധനം? ജോറാണ്. ജഗതല പ്രതാപൻ. നോക്കിയ മാഷേ, ഈ തടുത്തു വരുന്ന പൂരത്തിന് ഈ സാധനമായിട്ട് തൃശ്ശൂർക്ക് മാഷ് വന്നാലുണ്ടല്ല കീശ നിറയെ കാശ് വെച്ചിട്ട് പോരാ മാഷേ. എന്താ ശരി? ആ നോക്കിയ മാഷേ, ഇതുപോലത്തെ സാധനം ഉണ്ടെങ്കിൽ ഒരു 2 കുപ്പികൾ എടുത്തേ പാർസലിന്. ഞാനുണ്ട് ടൗണിലോട്ട്. വേഗം ചെല്ല്, വേഗം പുറപ്പെട്ടു വെക്കിട്ടിരിക്കണം. ഈ ലോറിയിലാണ് പോവാ. എന്തുണീ സംഭവം? ദേവനീ സാധനം അണ്ണം പൊണ്ടാട്ടി അപ്പടിന്നാ സംസാരം. ചരക്ക് കൊള്ളാല.